ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇപ്പോൾ സമയം രാവിലെ 4 മണി. എനിക്കങ്ങനെ വലിയ താല്പര്യമില്ലാത്തൊരു കാര്യമാണ് ഇങ്ങനെ രാവിലെ എണീക്കുന്നത്. പക്ഷെ എന്ത് ചെയ്യാനാ, ഇന്ന് യൂണിവേഴ്സിറ്റി എക്സാമാണ്. അപ്പോൾ ഇന്നെങ്കിലും രാവിലെ എണീറ്റ് റിവൈസ് ചെയ്തില്ലെങ്കിൽ ഞാൻ എക്സാം ഹാളിൽ പോയി മാനത്ത് നോക്കിയിരിക്കേണ്ടി വരും. പിന്നെ ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് പഠിച്ച കാര്യങ്ങളൊക്കെ അവിടുന്ന് ഇവിടുന്നൊക്കെ ആയിട്ട് എനിക്ക് കിട്ടത്തുള്ളൂ. സോ ആ റിസ്ക് എടുക്കാൻ ഞാൻ ഒട്ടും ഉദ്ദേശിക്കുന്നില്ല. ഞാൻ എഴുന്നേറ്റപ്പോഴത്തേക്കും എല്ലാവരും തന്നെ അവിടെ റിവൈസിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഫ്രഷായി പെട്ടെന്ന് തന്നെ വന്ന് റിവൈസ് ചെയ്തു. ഞങ്ങളുടെ കൂട്ടത്തിൽ രാവിലെ എണീക്കാൻ ഏറ്റവും മടിച്ച് ഞാനാണ്. രാത്രി ഞാൻ എത്ര നേരം വേണേലും ഇരുന്ന് പഠിക്കും. പക്ഷേ രാവിലെ എണീക്കുന്ന കാര്യം കുറച്ച് ടാസ്ക്കാണ്. അതുകൊണ്ട് ആരും എന്നെ അങ്ങനെ നിർബന്ധിക്കാറില്ല. എത്രയും പെട്ടെന്ന് തന്നെ റെഡിയായി എക്സാം ഹാളിൽ കയറുക, അതാണ് ഞങ്ങളുടെ ലക്ഷ്യം. അതിൻ്റെ ഒരു മുന്നൊരുക്കമാണ് നിങ്ങളിവിടെ കാണുന്നത്. സാധാരണ ഞങ്ങൾക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത് 9:45-നാണ്. പക്ഷേ ഞങ്ങൾ ഹോസ്റ്റലിൽ നിന്ന് ഇറങ്ങുന്നത് 9:45-നാണ്. എന്നാൽ എക്സാം ഡേയുടെ അന്ന് 9 മണിക്ക് നമ്മൾ ഹാളിൽ കയറണമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ 8:30 ആകുമ്പോൾ തന്നെ ഹാളിൽ കയറാൻ മാക്സിമം ശ്രമിക്കും. അതങ്ങനെയാണ്. റെഡിയായി കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് നമ്മൾ നേരെ കോളേജിലോട്ട് പോവാണ്. ആദ്യമൊക്കെ ഞാനിങ്ങനെ വീഡിയോസ് എടുക്കുമ്പോൾ സ്നേഹ ഓടിക്കളയായിരുന്നു. പക്ഷേ ഇപ്പം നല്ല മാറ്റം. ഒരു മാറ്റവും ഇല്ലാത്തത് ഞങ്ങളുടെ കല്ലൂനാണ്. അന്നും ഇന്നും എന്നും ക്യാമറ നമ്മൾ ഓണാക്കി കഴിഞ്ഞാൽ പിന്നെ പുള്ളിക്കാരി മോഹം പൊത്തി പിടിക്കുന്നു, ഓടിക്കളയുന്നു, അങ്ങനെയൊക്കെയാണ്. എന്നാലും ഞാൻ വിട്ട് കളയുമോ, ഞാൻ വീഡിയോ എടുക്കും. ഇതാണ് ഞങ്ങളുടെ എക്സാം ഹോൾ. നോർമലി MA-ക്കാരും MCOM-കാരും കൂടെയാണ് എക്സാമിനായിട്ട് ഇരിക്കുന്നത്. എക്സാം സ്റ്റാർട്ട് ചെയ്യാൻ ഇനി കുറച്ച് സമയം കൂടെ ഉള്ളൂ. അപ്പോൾ ആ സമയം കൊണ്ട് എല്ലാവരും റിവൈസ് ചെയ്യാൻ നോക്കുമ്പോൾ ഞാൻ അവിടെ നിന്ന് വീഡിയോ എടുക്കുകയാണ്. കുറേ പേരൊക്കെ ഇങ്ങനെ അത്ഭുതപ്പെട്ട് നോക്കുന്നുണ്ട്, ഇതിനൊരു ടെൻഷനും ഇല്ലെന്ന്. പക്ഷേ എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. അങ്ങനെ എക്സാമൊക്കെ കഴിഞ്ഞു. നല്ല രീതിയിൽ തന്നെ നമുക്ക് എല്ലാവർക്കും അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പറ്റി. അപ്പോൾ എക്സാം കഴിയുമ്പോൾ നമ്മൾ നോർമലി ഡിപ്പാർട്ട്മെൻറ്റിൽ ചെന്ന് ടീച്ചേഴ്സിനെ കാണാറുള്ളത് ഒരു പതിവാണ്. അങ്ങനെ അവരെയൊക്കെ കണ്ടു. തിരിച്ച് ഫുഡൊക്കെ കഴിച്ച് കൂടെ എക്സാംസിൻ്റെ വിശേഷങ്ങളും കൂടെയൊക്കെ പറഞ്ഞു. ഗൈസ്, നമ്മൾ കുറേ പ്രോഡക്ട്സ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അതിന്റെ അൺബോക്സിംഗ് ആണ് നമ്മൾ കാണാൻ. നമ്മൾ ഹോസ്റ്റലേഴ്സിന് ഈ buy one get one ഓഫർ എന്ന് പറയുന്നത് ഒരു ഉത്സവം പോലെയല്ലേ, അതിൻ്റെ ഒരു അൺബോക്സിംഗ് ആണ് നിങ്ങൾ കാണാൻ പോകുന്നത്. ഇടി അവളുടെ തല എടുക്കടി. തല വേണ്ട, നമുക്ക് കണ്ടന്റ് മാത്രം മതി. സ്ലോ മോഷൻ വിറ്റാമിൻ സി ഫേസ് സിറം. പഴയ വർഷങ്ങൾക്ക് മുമ്പുള്ള പരസ്യങ്ങളുണ്ടല്ലോ. ഇത് ഏതിന്റെ നമ്മള് മാഴ്സിന്റെ ഒരു ലിപ്സ്റ്റിക്കാണ് നമ്മൾ ഓർഡർ ചെയ്തത്. പണ്ടനം പൊട്ടുന്നില്ല, കത്രികയൊക്കെ വെച്ച്. അങ്ങനെ വമ്പിച്ച അൺബോക്സിങ്ങിനൊക്കെ ശേഷം കുറച്ച് നേരം എല്ലാവരും റെസ്റ്റൊക്കെ എടുത്ത് വിശേഷങ്ങളൊക്കെ പറഞ്ഞിട്ട് വൈകുന്നേരം ചായ കുടിക്കാൻ വേണ്ടി ഇറങ്ങിയേക്കുവാണ്. എനിക്ക് ഞങ്ങളുടെ എക്സാം പ്രിപ്പറേഷൻ്റെയൊക്കെ സമയത്ത് ഈ വൈകുന്നേരം പാടുള്ള ചായ കുടിക്കാൻ പോകുന്ന ടൈം എന്ന് പറയുന്നത് ഭയങ്കര ഒരു റിലാക്സേഷൻ ആയിരുന്നു. ഞാൻ ചായ കുടിക്കത്തില്ലെങ്കിലും ഞാൻ ഇവരുടെ കൂടെ പോകാറുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ കുറച്ച് നേരത്തെ ഉറക്കമൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ എല്ലാവരും കൂടെ ഹോസ്റ്റലിൻ്റെ അടുത്ത് തന്നെയുള്ള കോളേജ് ഗ്രൗണ്ടിലോട്ട് നമ്മൾ വന്ന് കുറേ നേരം അവിടെ എൻജോയ് ചെയ്തു. എന്ന് വെച്ചാൽ ഇത്ര സന്തോഷം എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ ആ കാര്യം പറയാൻ മറന്നുപോയി. ഞങ്ങളുടെ PGയിലെ ലാസ്റ്റ് സെമ്മിലെ ലാസ്റ്റ് എക്സാം ആയിരുന്നു ഇന്ന്. അപ്പോൾ അത് കഴിഞ്ഞ് ഭയങ്കര സമാധാനത്തോടെ ഉള്ളൊരു ദിവസമാണ്. പിന്നെ ഈ ഒരു സ്പോട്ടെന്ന് പറയുന്നത് ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്പോട്ടാണ് കേട്ടോ. കാരണം ഞങ്ങൾ കൂടുതൽ ഫോട്ടോസ് എടുക്കാനാണെങ്കിലും വീഡിയോസ് എടുക്കാനൊക്കെ ആണെങ്കിലും ഒക്കെ കുറേ നേരം ഇരിക്കാനൊക്കെ ഞങ്ങൾ വരുന്ന സ്ഥലമാണിത്. ഭയങ്കര ഒരു പീസ്ഫുൾ അറ്റ്മോസ്ഫിയറാണ് ഇവിടെ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് സന്ധ്യ ആയപ്പോഴത്തേക്കും ഞങ്ങൾ ഹോസ്റ്റലിലോട്ട് തിരിച്ചു പോവുകയാണ്. കുറേ ദിവസത്തെ എക്സാമിൻ്റെ പ്രിപ്പറേഷൻസും അതുപോലെ തന്നെ ഭയങ്കര സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇരുന്നൊരു സമയമായിരുന്നു. ഈ ഒരു ഡേയ്ക്ക് വേണ്ടിയിട്ട് ഞങ്ങളെല്ലാവരും ഭയങ്കര വെയിറ്റിംഗ് ആയിരുന്നു കേട്ടോ. എക്സാംസൊക്കെ കഴിഞ്ഞ് ഭയങ്കര സമാധാനമായിട്ടിരിക്കുന്നൊരു ദിവസം. അതുകൊണ്ട് തന്നെ ഞങ്ങൾ പുറത്തുനിന്ന് ഫുഡൊക്കെ ഓർഡർ ചെയ്തു. അതുമാത്രമല്ല, നമുക്കിനി കുറച്ച് നാൾ കൂടെ ഇങ്ങനെ എല്ലാവരും കൂടെ ഇരുന്നൊക്കെ ഫുഡൊക്കെ കഴിക്കാൻ പറ്റത്തുള്ളൂ. കാരണം നമ്മൾ എത്രയും വേഗത്തിൽ തന്നെ വെക്കേറ്റ് ആകാൻ പോവാണ്.
ഞങ്ങളുടെ കൂട്ടത്തിൽ ആകെ ഒരു ഡിഗ്രി കൊച്ചുള്ളത് ഞങ്ങളുടെ ഗൗരിമോളാണ്. ബാക്കി ഞങ്ങളെല്ലാവരും PG ഫൈനൽ ഇയേഴ്സാണ്. ഞങ്ങൾ ഒരുമിച്ച് വെക്കേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഞങ്ങൾക്കൊരു ചെറിയ ഫെയർവെൽ അല്ലെങ്കിൽ സർപ്രൈസ് പോലെ ഞങ്ങൾക്ക് അവൾ സെറ്റ് ചെയ്തതാണ്. കേക്കൊക്കെ കൊണ്ടുവന്നു. പിന്നെ ഞങ്ങൾക്ക് കുറേ ഗിഫ്റ്റൊക്കെ എല്ലാവർക്കും തന്നു. ഈ കുറച്ച് ദിവസങ്ങൾ ഞങ്ങൾ മാക്സിമം എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുന്നുണ്ട്. മാക്സിമം എല്ലാവരും കൂടി ഇരുന്ന് സംസാരിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. കാരണം ഞങ്ങളുടെ 2 വർഷത്തെ ആ ഹോസ്റ്റൽ ലൈഫ് ഇവിടെ എൻഡ് ആകാൻ പോവുകയാണ്. കുറേ എപ്പോഴും മനസ്സിൽ സൂക്ഷിക്കാൻ കുറേ അധികം മെമ്മറീസും അതുപോലെ തന്നെ ഹാപ്പിനെസ്സൊക്കെ ഇവിടുന്ന് എനിക്ക് കിട്ടി. ആൻഡ് അറ്റ് ലാസ്റ്റ് ഞങ്ങളൊരു മൂവിയും കൂടെ കണ്ട് ഈ ഒരു ഡേ എൻഡ് ചെയ്യുവാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ ഗൈസ്.